ഷുക്കൂർ വളരെ പൊടുന്നനെ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥിയെ. പക്ഷെ വൈകുകയാണ്. വൈകുന്നേരമാകുമെന്ന് പറയുന്നു. ഒരു കൃത്യമായ സമയമൊന്നും പറയുന്നില്ല. അൻവർ ആവട്ടെ അതിർത്തി പരസ്യമാക്കുന്നു പല തവണയായി. ഇന്ന് രാവിലെ ആദ്യം സംസാരിക്കുന്ന നമ്മളാണ്. UDF-ന്റെ അകത്തൊരു ക്രൈസിസ് രൂപപ്പെട്ടോ? എങ്കിൽ ആ ക്രൈസിസ് ഏത് സ്വഭാവമുള്ളതാണ്? അൻവറിനെ കൺവിൻസ് ചെയ്യാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കട്ടെ എന്ന് ബോധ്യപ്പെടുത്താൻ എടുക്കുന്ന ടൈമാണോ, അതോ അൻവറിന്റെ എതിർപ്പിനെ തുടർന്ന് ഒന്ന് മൊത്തം കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുകയാണോ, പുനഃപരിശോധിക്കുകയാണോ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ? ഒരു അപ്രതീക്ഷിതമായ തീരുമാനമൊക്കെ വന്നേക്കോ? എന്താണ് ശരിക്കും ഇപ്പൊ സംഭവിക്കുന്നത് അതിനകത്ത്? നിഷാദ്, നിലവിൽ PV അൻവറിന്റെ ഒരു എതിർപ്പ് അത് UDF-ന് മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇക്കാര്യത്തിൽ തനിക്ക് UDF-ൽ തന്റെ തൃണമൂൽ കോൺഗ്രസിനെ ചേർക്കണമെന്ന PV അൻവറിന്റെ ആവശ്യം വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ UDF പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ UDF-നൊപ്പം പോകുന്ന ഒരു കക്ഷി എന്ന ഒരു പരിഗണന PV അൻവറിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും UDF നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം VD സതീഷിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് PV അൻവറും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ് താങ്കളെ ഒരു കാരണവശാലും വഴിയിൽ ഉപേക്ഷിച്ചു പോകില്ല, ഒപ്പം കൂട്ടും, സംരക്ഷണം നൽകും എന്നുള്ളതായിരുന്നു. ആ ഒരു ഉറപ്പിൽ PV അൻവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുത്, UDF-ന്റെ നിലമ്പൂരിലെ വിജയത്തെ പ്രതിസന്ധിയിലാക്കരുത് തുടങ്ങിയ ഒരു ഡിമാൻഡ് തിരിച്ചും UDF നേതാക്കൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ ആ സമയത്തിനകത്ത് അദ്ദേഹത്തിന്റെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ എറണാകുളത്ത് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ പലതരം കൂടിക്കാഴ്ചകൾ, അനൗദ്യോഗികമായ ചർച്ചകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ആ സംഘത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തും. എറണാകുളത്ത് നിന്ന് സൈനികരെ ആദരിക്കാനായി കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗികമായ ഒരു ചർച്ച നടക്കുക. ഇന്നിപ്പോൾ രാവിലെ അടൂർ പ്രകാശ് പറഞ്ഞത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരൊറ്റ പേരിലേക്ക് നേതൃത്വം ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ആ ഒരൊറ്റ പേര് ഹൈക്കമാൻഡ് നൽകുന്ന മുറക്ക് അത് പ്രഖ്യാപനവും ഉണ്ടാകും. ഇക്കാര്യത്തിൽ PV അൻവറിന്റെ ഒരു എതിർപ്പ്, ഒരു സജീവമായൊരു എതിർപ്പോ മറ്റോ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിലവിലില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. മറിച്ചുള്ളതെല്ലാം അദ്ദേഹം പ്രതികരണങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. അതെന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അത്തരത്തിലുള്ള സമ്മർദ്ദമായ തന്ത്രമോ മറ്റോ ഒന്നും ഈ നിലവിലില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.